അവൻ തിന്നും കുടിക്കും ഒറ്റക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ചെയ്യാൻ മാത്രം പ്രാപ്തിയിലെത്തിന് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്. അല്ല എന്നും വാരി കൊടുക്കല്ല, എല്ലാ സമയം മാറി കൊടുക്കല്ല. നിന്നാ തിരക്കുടിച്ച് സ്കൂളിലൊക്കെ പോകണമെന്ന് ചിലപ്പോൾ എന്താണ് 7 വയസ്സായിക്കണേ മാറി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ സ്കൂളിൽ കത്തൂല. അങ്ങനെയുണ്ട്, സ്കൂൾ ബസ് പോകണമായിട്ട് പോകും, അത് പറ്റൂല. അപ്പൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. എന്നാലും ഓൻ ആ പ്രക്രിയ അറിയണം, അത് പഠിപ്പിക്കണം എന്നാണ്. ഉമ്മ വാപ്പാമാരിൽ നിന്നുള്ള ഓരോരുത്തർക്കും വൈകുന്നേര ഇനി ഉമ്മ വാപ്പ എന്നൊരു തസ്തികയുടെ പേരും കൂടെയാണ്. വാപ്പ സ്വന്തം വാപ്പ മാത്രമല്ല, വാപ്പല്ലേ വെല്ലിപ്പേണ ബാധ്യതക്കാരൻ, മനസ്സിലാവുണ്ടോ? വെല്ലിപ്പില്ല, അതിന്റെ വെല്ലിപ്പേണൊക്കെ അന്ന് അവർക്കായിരിക്കും. അതേപോലെ ഉമ്മ എന്ന് പറയുന്നത് ഒരു തസ്തിക തന്നെയാണ്. ഉമ്മ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മേണേക്കാരൻ, അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഉമ്മ ഇനി ഇൻഷാല്ല സന്താന പരിപാലനം എന്നോടത്ത് പറയുന്നുണ്ട്. ആരെയാണ് കുട്ടിയെ പരിപാലിക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ ഉടനെ നമുക്ക് പറയാം ഉണ്ടോ? അവരെത്ര മേലെയാണെങ്കിൽ ശരി. അപ്പൊ വാപ്പാന്റെ വാപ്പയാണുള്ളത് എങ്കിലും ശരി, വല്യപ്പാന്റെ ഒക്കെ ഉണ്ടാവേ. ചില കുട്ടികൾ പറയും എന്റെ വല്യമ്മന്റെ ഉമ്മയാണ് മരിച്ചു കൊണ്ടുവരും ഉണ്ടാവേ. കുട്ടികളിപ്പോ പഴയമായിട്ടല്ലല്ലോ, വേവേ ഉണ്ടാവേ. സുമ്മൽ വസ്വി, പിന്നെ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ച ആളുണ്ടാവും. അതായത് വാപ്പ മരിച്ചു അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, ആ മരിക്കണ സമയത്ത് ആങ്ങളിനോടോ ജ്യേഷ്ഠനോടോ ബന്ധപ്പെട്ട ആരുടെയും മരിച്ചു ഓനെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അയൽവാസിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അവർക്കാണ്. ഇനി അടിമക്കുട്ടിയായിരുന്നെങ്കിൽ യജമാനനാണ് ആ ബാധ്യത. അടിമക്കുട്ടി എപ്പോഴും യജമാന്റെ വീട്ടിലാവുമല്ലോ. അഥവാ മാലിക് അടിമ അബ്ദ് എന്ന് പറയും. അടിമയുടെ ഉടമസ്ഥന്റെ മേലുണ്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം ഖളാ ആയി പോയതാണെങ്കിലും ശരി. എങ്ങനെ അടിമക്ക് നിസ്കാരമുണ്ട്. അടിമക്ക് നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമില്ല അറിഞ്ഞോ? നമ്മള് നേരത്തെ പറഞ്ഞ ഉണ്ടായിരുന്നില്ല, അപ്പോ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നില്ലേ? കണ്ടോ? ഇന്നമാ തജിബുൽ മക്തൂബത്തു അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ ത്വാഹിരിൻ. അത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങളെ ഹജ്ജേറ്റ ഓർമ്മിച്ചോ? ഹജ്ജിന്റെ അവിടെയാണ് പറയുന്നത്. ഇങ്ങോട്ടെ പിന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മന്ന് പോണാണ്. പിന്നെ അപ്പോ ഖളാ ആയ നിസ്കാരാണെങ്കിൽ പോലും കൽപ്പിക്കണം. അതായത് ഇവന് ലോറ് സ്കേറ്റിട്ടില്ല, നമ്മളോന് ശരിക്കും ശ്രദ്ധിക്കണ അസർക്കാണ്. അപ്പൊ ഓന് നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കണേ സുഹൃത്തിയാക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഇവപ്പോ തെമ്മീസയക്കണല്ലോ, ഓൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞു. നിങ്ങളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ചോദിച്ചു. ഓനതൊക്കെ അറിയാറുണ്ട്. എന്നാ വാപ്പ എന്ന നിലയ്ക്ക് ചിലപ്പോ ഉമ്മ ഉണ്ടാവില്ല, വേറെ ആരെങ്കിലും ആണല്ലോ നോക്കുക. അപ്പൊ ബാപ്പ നിലയ്ക്ക് നമുക്ക് ബാധ്യത ഉണ്ട്. മോനെ ആ നേരത്തെ ഖളാ ആയ നിസ്കാരം ഉണ്ടാക്കാണ്, വീട്ടിൽ കളിട്ടോ എന്ന് പറയണം. ഇനി നിസ്കരിച്ചോ എന്ന് മാത്രമല്ല, കുറെ ആൾക്കാരെ പണിയാ നിസ്കരിച്ചോ അവർ പള്ളിയൊക്കെ കൊണ്ടുവരും. കുട്ടി ഒന്നും എടുത്തിക്കണം ഇല്ല, കുട്ടി പേന്റെ കുപ്പായ കയ്യൊക്കെ ഇട്ടിട്ടുണ്ടാവും, വരും നേരെ വൈകിട്ട് വല്യപ്പാന്റെ പോകാൻ കെട്ടും. അത് പറ്റൂല. നിസ്കാരത്തിന്റെ മുഴുവൻ ഷർത്തോടും കൽപ്പിക്കണം എന്നാ, അങ്ങനെ കൽപ്പിക്കണം. അപ്പൊ നിസ്കരിച്ചോ എന്ന് മാത്രമല്ല, നിസ്കാരത്തിന്റെ എല്ലാ ബാലപാഠങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് അറിയിച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണം. 7 വയസ്സിന്റെ പ്രാരംഭത്തിലല്ല, 7 വയസ്സ് പൂർത്തിയാകുമ്പോൾ. അപ്പൊ 7 കഴിഞ്ഞ് 8ലേക്ക് കടക്കാൻ നിൽക്കുമ്പോഴേ അതുള്ളൂ. ഇത് അറബി വർഷപ്രകാരം ആയിക്കോട്ടെ. അറബി വർഷം മറ്റും കൂടി 10 ദിവസത്തെ വ്യത്യാസം ഒരു വർഷത്തില്. അപ്പൊ 7 വർഷമാകുമ്പോ ഉണ്ടാവും 10 ദിവസം 2 മാസത്തെ വ്യത്യാസം ഉണ്ടാവും.
ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. കേട്ടോ, അതിന്റെ മുമ്പ് തമ്മീസായിരിക്കും. ഒരു കുട്ടി 5 വയസ്സായപ്പോത്തിന് അല്ലെങ്കിൽ 6 വയസ്സായപ്പോത്തിന് ഭയങ്കര ശ്രദ്ധയാണ്. അഴുക്കൊന്നും മേലാവാൻ അയക്കൂല, നെറ്റസൊക്കെ കഴുകി വൃത്തിയാക്കി, പിന്നെന്താവും ഹാൻഡ് വാഷൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി പേപ്പറിലൊക്കെ തുടച്ച് ഒക്കെ വൃത്തിയായി. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ആരെങ്കിലൊക്കെ കണ്ടിട്ടൊക്കെ അതുണ്ടാവും, അല്ലെങ്കിൽ പേരക്കാരൻ അങ്ങനെ ശ്രദ്ധയുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും ഭക്ഷണമൊക്കെ വളരെ ശ്രദ്ധിച്ചായിരിക്കും കഴിക്കണതൊക്കെ. അപ്പൊ ശരിക്കും തമ്മീസ് കഴിക്കണം. പക്ഷെ വയസ്സാറായിട്ടുള്ളൂ എന്നാ പറയണ്ടെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ 7-ാം വയസ്സിന്റെ ആരംഭത്തിലാണ് വേണ്ടെന്നാണ്. 7 വയസ്സ് പൂർണ്ണം വഹിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണ്ട, 2-3 വയസ്സുള്ള ഒരു പിള്ളേരെ കൊണ്ടിട്ടാൻ മനസ്സിലായില്ലേ? പിന്നെ ഇനി 7 വയസ്സ് ഇനി അങ്ങനെയാണ്. 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കാം. ഇനി പറയണത് 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ പറയാ, പിന്നെ ഒന്നും മുണ്ടണില്ല. പിന്നെ 10 വയസ്സായ എന്താണ് നിസ്കരിക്കാത്ത വെച്ച് വടിയെടുക്കല്ല. അതാണ് ഞാൻ എൻ്റെ അടിയിൽ പറഞ്ഞത്. കൽപ്പിക്കുന്നതോടൊപ്പം ഭയപ്പെടുത്തുന്ന വേർഡുകളും കൊണ്ടുവരണം. എപ്പോ ഉപേക്ഷിക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ 7 വയസ്സായാല് നിസ്കരിക്കണം പറഞ്ഞ് നിസ്കരിച്ചു പറഞ്ഞാൽ നമ്മൾ വേറെ എവിടേക്കും പോകല്ല. ഇന്നിപ്പോ അതാണ് നടക്കുന്നൊക്കെ. പോയി വായിച്ചോടാ, ഓതിക്കോടാ, നിസ്കരിച്ചോടാ. എന്നിട്ടോ നമ്മളെന്താവും ഇത് നീക്കാനോ അല്ലെങ്കിൽ ആർക്കെയും ഫോൺ ചെയ്യാൻ കുട്ടികളോ ചെയ്യായിരിക്കോ. മഗ്‌രിബായ പിന്നെ തൊടാനയക്കരുത്. സകല എണ്ണത്തിന് എടുത്തേക്കണം. എടാ ചെയ്യാനെ നമ്മളൊക്കെ ഓതുമ്പോൾ കുട്ടികൾ ഓതും, അവരവർക്കുള്ളത് ഓതും. നമ്മൾക്ക് ഒരാൾ ഡിഗ്രി പഠിക്കണുണ്ടാവും, ഒരാൾ മദ്രസ പഠിക്കണ്ടാവും, ഒരാൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണുണ്ടാവും. നമ്മളിതാവും മങ്കൂസും യാസീനും മറ്റും മറിച്ചും നമ്മൾ ഓതുന്നുണ്ടാവും. ഇനി നാളെ സ്കൂളിലേക്ക് എന്നാൽ എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ ഓതണം. നിസ്കാരം അങ്ങനെ തന്നെയാണ്. ബാങ്കുടുത്ത് നമ്മളൊക്കെ ഒന്നെടുക്കാൻ വേണ്ടി ഓരോ ഒന്നെടുക്കാൻ പോകും. അല്ലെങ്കിൽ ഫോണെണ്ണം എടുക്കുന്ന ഡാഡി എന്നിട്ട് ഞാൻ സ്കെച്ച് ഇട്ടാ പിന്നെ കുട്ടിയോട് സ്കെച്ചിന് ആ കുട്ടി അറിഞ്ഞ് ഞങ്ങൾ എപ്പോഴും അടുത്ത സ്കെച്ച് വെച്ചു. എന്തിനാണ്? ഒരു ഫോണിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ചോറ് വെച്ചില്ല, ഫോൺ ഇറങ്ങി ചോറ് വെച്ചു എന്ന് പറയും. എന്നാൽ പിന്നെയും കുട്ടികൾ പിറ്റേ തീരെ വെച്ചില്ല. അത് ഇതിന് കുറച്ച് നേരം തോന കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്നുമല്ല ശീലിപ്പിക്കേണ്ടത്. ശരി, നമ്മൾ ആദ്യം റോൾ മോഡൽ ആവണം. അപ്പോഴല്ലേ കുട്ടികൾക്ക് അനുകരിക്കാനാണ്. കൽപ്പിക്കരുത് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അത് ആ കൽപ്പനയോടുകൂടെ തന്നെ ഉണ്ടാകും. നമ്മൾ ചെയ്യണേ അവരും ചെയ്യും. പിന്നെന്താ, എപ്പോഴെങ്കിലൊക്കെ മെല്ലെ അന്നെ നിസ്കരിക്കാൻ കണ്ടു ഇത് ചുരുക്ക പോയി, ഞാനേ അങ്ങോട്ട് പോയത്, ഇനി പോയത് കേട്ടോ, ഞങ്ങളൊക്കെ നിസ്കരിച്ചല്ലോ, ഈ ഉണ്ടായില്ലേ, വേഗം നിസ്കരിച്ചോ എന്ന് പറയാം. അങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ പോയി വരുമ്പോഴാണ് ഇതിങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടോന്ന് നമുക്ക് തോന്നുമ്പോഴാണ് പറയുന്നത് അടിയിട്ടോ. അങ്ങനൊക്കെ ഉണ്ട്, നിസ്കരിക്കാത്തവർക്ക് നല്ല അടി കൊടുക്കണം എന്നാണ് എന്നൊക്കെ പറയേണ്ടതാണ്. പിന്നെ വയസ്സിനനുസരിച്ച് പറയാം. എനിക്ക് 8 കഴിഞ്ഞു, 9 ആയി, 10 വയസ്സ് തികയാനായി, ഇനി അടിയാട്ടോ, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. മതി. ഇനി അതിലും അപ്പുറം ഒരു സ്നേഹത്തിന്റെ അടിയുണ്ട്. ഇനി ഒന്നുകൂടി പറയണ്ട കേട്ടോ, ഇന്നോടൊരു സാധനം കൊണ്ടുവരാൻ പറയണ്ട കേട്ടോ. ഞങ്ങളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളൊക്കെ അല്ല നിസ്കരിക്കാത്തോടൊന്നും എന്നോട് ഇനി പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പല കുട്ടി ആവൂലട്ടോ എന്ന് പറഞ്ഞാൽ മതിയാവും. അത്ര തന്നെ മതിയാവും. അതന്നെയാണ് ഏറ്റവും വലിയ മടി വരും. പിന്നെ സ്ഥിരന്തരമായ നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പ ഇതുവരെ എന്നെ അടിച്ചിട്ടില്ല, വടി എടുത്തെല്ലാം എന്നെ അടിക്കാൻ മതി, അപ്പൊ അടിച്ചുകൂടായില്ല കേട്ടോ എന്നുള്ളൊരു പേടിയാണ് വേണ്ടത്. അത്രയാണ്. നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിലാണ്. നേരത്തെ പറഞ്ഞല്ലോ ഖളാ ആയിട്ടുണ്ടെങ്കിൽ അതും നിസ്കാരത്തിന്റെ ഷർത്ത്. നിസ്കരിച്ചോ? ഞാൻ നിസ്കരിച്ചു. എവിടുന്ന് ചോദിച്ചു ചോദിച്ചു. ഒന്നും ഞാൻ അവിടുന്ന് എടുത്തിന്നാണ്. എവിടുന്ന് വെച്ചു ഇപ്പൊ ചോദിച്ചാൽ ഒന്നും എടുത്തിട്ടില്ല. എന്നാ ഒന്നുമില്ല നിസ്കരില്ലേ, അതിനും പറയണം ഒന്നുമില്ല നിസ്കരിക്കൽ ഹറാമാണ്, ഈ ഹറാമ് ചെയ്ത് അടിട്ടുട്ടോ എന്ന് പറയണം. 10 വയസ്സ് പൂർണ്ണമായ ശേഷമാണ്. സ്വഹീഹായ ഹദീസിലുള്ളതിന് വേണ്ടി ഇദാ ബലഗ 7 സിനീന വഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹു അലൈഹാ. ഇനി നിസ്കാരം മാത്രം കൽപ്പിച്ചാൽ പോരാന്നാണ്. അതിനൊക്കെ പിന്നെ ബോഡി ടപ്പുള്ള ഫിറ്റ്നസ് ഉള്ള കുട്ടികളാണെങ്കിൽ നോമ്പ് കൽപ്പിക്കണം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ അല്ലേ, അങ്ങോട്ട് പറയോ? പിന്നെ
കസൗമിൻ അതാഖഹു, കസൗമിൻ നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നത് പോലെ തന്നെ നിർബന്ധമുണ്ട്. അതാഖഹു കുട്ടിക്ക് നോമ്പിന് കഴിവുണ്ടെങ്കിൽ, അപ്പൊ 7 വയസ്സായ കുട്ടിക്ക് നോമ്പ് നോൽക്കാനുള്ള കഴിവായിട്ടുണ്ടെങ്കിൽ ഓനോട് ചെയ്യണം, നോമ്പ് കൊണ്ടല്ലേ ഓളോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. അങ്ങനെ 7 പൂർത്തിയായി, 8, 9, 10 വയസ്സായിട്ടൊന്നും നോമ്പ് നോൽക്കണില്ല. എന്നാലാ നോമ്പ് അതിനാദ്യം അതാഖഹു എന്ന് പറയാൻ കാരണം കുട്ടിക്ക് ശാരീരിക ആരോഗ്യം ഉണ്ടോ നോക്കണം. നിസ്കാരത്തിനെ പറയണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇല്ലല്ലോ. നിസ്കാരത്തിന് അങ്ങനെ ബാധ്യതയില്ല. നോമ്പിന് എന്താണോ വൈകുന്നേരം വരെ പഷ്ണി കിടക്കാനുള്ളൊരു അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വേണം എന്നാണ്. അപ്പോഴേ നോമ്പ് കൊണ്ടും 7 വയസ്സായാൽ കൽപ്പിക്കണം. നിസ്കാരം മുതൽ 10 വയസ്സാവുമ്പോ നോമ്പ് ഉപേക്ഷിച്ചാൽ അതിനാണ് പറഞ്ഞത്. എന്തിനാണ്? വാസ്തവത്തിൽ ഇപ്പൊ കുട്ടിക്ക് നിർബന്ധമായിക്കണോ? ഇല്ല, ഇനി 5 വർഷം കൂടെ ഇതിനിടെ ഗ്യാപ്പ്. അപ്പൊ ശരിക്ക് പിന്നെ 7 വർഷം അല്ലെങ്കിൽ 8 വർഷം എങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇതിന്റെ പിന്നിൽ തന്നെ കൂടുകയാണ് ബാപ്പ അല്ലെങ്കിൽ രക്ഷിതാവ്. അതാണ് ഇനി പറയുന്നത്. 15 വയസ്സാകുമ്പോഴേ നിർബന്ധമുള്ളൂ എങ്കിലും 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയും ഗൗരവ കൽപ്പന ഉൾപ്പെടെയുള്ള കൽപ്പനകളും ശേഷം ഉപേക്ഷ കുട്ടിയുടെ മൈൻഡിൽ ഇതെന്താവും, ഇത് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു അഭിവാജ്യ ഘടകമാണ്, നമുക്ക് ഇത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവെത്തും. അപ്പൊ പിന്നെ 10 മുതൽ 15 വരെ കണ്ടിന്യൂ ആയിട്ട് ഒന്നും തെറ്റൂല. ഒരു ഷർത്ത് പോയാൽ അടിയിട്ടൊന്നും പേടിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്താവും വഴക്ക് പറയും, അല്ലെങ്കിൽ ഇപ്പൊ എന്താവും സ്നേഹം കുറക്കും എന്ന് തോന്നിയാൽ പിന്നീട് അത് ഉപേക്ഷിക്കൂല. അപ്പൊ 5 വർഷം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ജീവിതത്തിൽ അത് ഉപേക്ഷിക്കൂല. അതാണ് അതിന്റെ പോയിന്റ്. അതാ അവിടെ കൂടി പറഞ്ഞ് നിർത്തുക. കർക്കശമായത് കർക്കശമായിട്ട് തന്നെ പറയാം. കുട്ടി അതിനെ പതിവാക്കാൻ പലായത്തുറുക്കുക. അപ്പോ നിസ്കാരം കുട്ടി ഉപേക്ഷിക്കൂല. അങ്ങനെ കുട്ടികൾ അല്ലാഹു നമ്മളൊക്കെ എന്താണ് നമ്മളെ മക്കളെയും പരമ്പരകളൊക്കെ നിസ്കരിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ജഅൽനി മുഖീമസ്സലാഹ മിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. പഠിച്ചോനെ എന്നെ മക്കളെയും പരമ്പരകളൊക്കെ നിസ്കരിക്കണവരാക്കണേ എന്ന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇപ്പൊ നേരത്തെ മൂപ്പര് ചോദിച്ചായിരുന്നു, പിന്നെ അടിമകളെ നമ്മളെ കൂട്ടത്തിലൊക്കെ വന്നാൽ അടിമനെ വാങ്ങുന്ന കച്ചവടം നടക്കുന്ന സംഭവം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കൂടണം, ചെയ്യണം, പഠിക്കണം, കുറെ പറയണം. ഇൽമ് പറയന്നെ പഠിക്കന്നെ. അപ്പൊ എന്താവും, അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾ നമ്മൾക്ക് ചിറക് വിരിച്ചു തരും. അതോടൊപ്പം എന്താവും, മാളങ്ങളിലുള്ള ഉറുമ്പുകൾ നമുക്ക് പൊറുക്കലിനെ തേടും. കാടുകളിലും കാടിന് പ്രദേശങ്ങളിലുള്ളൊക്കെ അതുപോലെ എന്താവും, മത്സ്യങ്ങളൊക്കെ പൊറുക്കലിനെ തേടും. പഠിപ്പിക്കണവർക്കുണ്ടാവും, പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാഫിയായ ഇൽമിന്റെ ഖാദിമികളായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് പിന്നെ ഇൻഷാ അല്ലാഹ് അപ്പോ നമ്മൾ കുറെ ആളുകൾ ഒരുപാട് സഹായങ്ങളൊക്കെ ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവരും സഹായിക്കട്ടെ. അതുപോലെ ഇവിടെ അയൽവാസി കോയാക്ക എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, അവർ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. അതുപോലെ എൻ്റെ മുത്തമ്മാൻ്റെ ഒരു പേരക്കുട്ടി വെന്റിലേറ്ററിലാണ്, ഞാൻ ഗ്രേസ്വാലെന്ന് പറഞ്ഞ്. അപ്പോൾ അവനെയും ഗൾഫിൽ പോകാൻ വേണ്ടി നിൽക്കുക. 22 വയസ്സായി, പെട്ടെന്നൊരു പനി ഉണ്ടായതാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അതുപോലെ മുസ്തഫാനെ നമ്മളിവിടെ എല്ലാ മൂപ്പരുടെ മറന്നുപോയത്, ഇവിടെ നമ്മളെ പള്ളിക്ക് ഈ പള്ളിയിൽ എല്ലാ ഖിദ്മത്തും ചെയ്യുന്ന ആളാണ് മുസ്തഫാക്ക. അള്ളാഹു അവർക്ക് വേഗം ശിഫ കൊടുക്കട്ടെ, ആജിലായ ശിഫ കൊടുക്കട്ടെ. നമ്മളിൽ അവരിലൊക്കെയുള്ള ചെറുതും വലുതും ലാഹിരിയും ബാത്തിയും റൂഹാനിയും ജിസ്മാനിയുമായ എല്ലാ രോഗങ്ങൾക്കും പടച്ച റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് തട്ടെ എല്ലാ രോഗികൾക്കും അള്ളാഹു തആല ശിഫ നൽകട്ടെ. അള്ളാഹു പൂർണ്ണമായ ശിഫാവും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹായിച്ചവർക്ക് അള്ളാഹു തആല സഹായിക്കട്ടെ. മഹത്തായ ഈ
ഈ പള്ളിയിൽ നടക്കുന്ന ഈ കർമ്മങ്ങളുടെ ഒക്കെ കൂലി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന സഹോദരന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു തആല ഇതിൻ്റെ ഒരു ബറക്കത്ത് അവരുടെ എല്ലാ ജീവിതത്തിലും, കച്ചവടങ്ങളിലും, ബിസിനസ്സുകളിലും എല്ലാത്തിലും അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു പൂർണ്ണമായ എല്ലാ ഇസ്സത്തും അവർക്കും നമുക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.